ഇത് നല്ല നെല്ലുകുത്തി അരി, ഇത് ഫസ്റ്റ് ക്വാളിറ്റി പലവ്യഞ്ജനങ്ങള്, പിന്നെ പച്ചക്കറികള് എല്ലാം സിറ്റിന്ന് വാങ്ങിയതാ. ഇത് കുറച്ച് ഫ്രൂട്ട്സ് എന്റെ ഒരു സന്തോഷത്തിന്. പിന്നെ ഈ സെറ്റുമുണ്ട് അമ്മയ്ക്കും. നിങ്ങൾ ഏതാ? അയ്യോ, എന്താ? അതേ കണ്ണ്, അതേ മൂക്ക്, അതേ മുഖം, എന്തൊരു സാമ്യം. ആരുടെ കാര്യമാ സാറ് പറയുന്നത്? എന്താ? അയ്യോ, അതേ ശബ്ദം. അമ്മ, എന്റെ അമ്മ, മരിച്ചുപോയ എന്റെ അമ്മ ദയ നിൽക്കുന്നു. മോൻ ഇങ്ങോട്ട് കയറിയിരിക്കേ. ഇരിക്കേ. ക്ഷമിക്കണോ അമ്മേ, ഒരു നിമിഷത്തേക്ക് ഞാൻ എന്റെ അമ്മയെ ഓർത്തുപോയി. മോനെ എനിക്ക് മനസ്സിലായില്ല. ഞാനും തങ്കപ്പൻ ചേട്ടനും വളരെ അടുപ്പത്തിലായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് വരാൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു. വീട്ടുകാര്യങ്ങളെല്ലാം തങ്കപ്പൻ ചേട്ടൻ എന്നോട് പറയുമായിരുന്നു. എനിക്കെല്ലാം അറിയാം. ഇങ്ങനെ വലിയൊരാളുമായിട്ട് അടുപ്പമുള്ള കാര്യം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പറയില്ല, അതാണ് തങ്കപ്പൻ ചേട്ടന്റെ മഹത്വം. ഇത്രയും അടുത്തിട്ടും മരിക്കുന്നത് വരെ എന്റെ കയ്യിൽ നിന്ന് ഒരു സഹായവും ചേട്ടൻ സ്വീകരിച്ചിട്ടില്ല. ചേട്ടൻ പറയുമായിരുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ കുടുംബത്തിന് ഒരു സഹായം ആവശ്യമില്ല. പക്ഷേ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്റെ കുടുംബത്തിനെ നോക്കിക്കോണേ സാർ. ആ വാക്ക് ഞാൻ പാലിക്കണ്ടേ അമ്മേ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം മനസ്സിലാവും. എന്റെയും തങ്കപ്പൻ ചേട്ടന്റെ അടുപ്പം അറിയാവുന്ന ആളാണ് ദേ നിൽക്കുന്ന ലംബോരൻ. വേണേ ചോദിച്ചു നോക്കണം. ഞാനില്ലായിരുന്നപ്പോ ഇവൻ ഇവിടെ വന്ന് അമ്മയോട് എന്തോ വിഡ്ഢിതം പറഞ്ഞു. അമ്മ അവന് ശരിക്ക് കൊടുക്കുകയും ചെയ്തു. അല്ല, അത് പിന്നെ അപ്പോഴത്തെ ഒരു അപ്പോഴത്തെ അമ്മയുടെ മാനസികാവസ്ഥ അമ്മ ഇല്ലാത്ത എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാനത് കാര്യമാക്കുന്നില്ല. കുടിക്കാൻ എന്തെങ്കിലും ഇപ്പൊ വേണ്ട. വേണമെങ്കിൽ ചോദിച്ചു വാങ്ങി കുടിക്കാൻ മടിക്കാത്ത ആളാണ് ഞാൻ. പിന്നെ അമ്മേ, തങ്കപ്പൻ ചേട്ടൻ എപ്പോഴും ഒരു ആഗ്രഹം എന്നോട് പറയുമായിരുന്നു, 2 പെൺമക്കളെയും നല്ല നിലയിൽ വിവാഹം കഴിച്ചയക്കണമെന്ന്. ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം പോയില്ലേ? ഇല്ല, ഒന്നും പോയിട്ടില്ല. തങ്കപ്പൻ ചേട്ടൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കും. എങ്ങനെ? വെറുതെ എന്തെങ്കിലും വച്ച് നീട്ടിയാൽ അത് വാങ്ങുന്ന ആളല്ല അമ്മ എന്നെനിക്കറിയാം. അത്രയ്ക്ക് അന്തസ്സും അഭിമാനവും ഉള്ള തറവാട്ടിലെ അമ്മ ജനിച്ചത്. പക്ഷേ അമ്മയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട ഒരു സഹായം ഞാൻ വാങ്ങി തന്നാൽ അതൊരു തെറ്റാവുമോ അമ്മേ? ഇല്ല. ആ സഹായം സ്വീകരിക്കാൻ അമ്മയ്ക്ക് മടിയുണ്ടാവുമോ? അതെന്താ ഈ അവകാശപ്പെട്ട സഹായം? തങ്കപ്പൻ ചേട്ടൻ അപകടത്തിൽ മരിച്ചതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ കിട്ടും. 5 ലക്ഷമോ? അതെ, 5 ലക്ഷം. എന്നാലും മോനെ, അങ്ങേര് മരിച്ചതിന്റെ പ്രതിഫലമായി മറ്റൊന്നും അമ്മ ഇപ്പൊ ആലോചിക്കരുത്. മക്കളുടെ ഭാവി അത് മാത്രം നോക്കിയാ മതി. ലംബോരാ, ആ പേപ്പേഴ്സിങ് കൊണ്ടുവാ. അമ്മയുടെ ഒരൊറ്റ ഒപ്പ് മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. അയ്യോ, ഞാനിപ്പോ ഇതില് ഒപ്പിടേ. ഇന്ന് മുതൽ ഈ കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും ഞാൻ ഏൽക്കുന്നു. എന്താ പോരെ? ഒരു ഒപ്പിട്ടെ. എവിടെ? ഇവിടെ നല്ല ഐശ്വര്യാക്കട്ടെ. മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, എന്റെ മക്കളെ പരിചയപ്പെട്ടില്ലല്ലോ. അത് മറന്നു. വിളിക്കൂ. ശ്രീദേവി. എന്തോ? ജയശ്രീ. ഇത് മൂത്തവൾ ശ്രീദേവി, ഇത് ഇളയവൾ ജയശ്രീ. അമ്മേ, ഞാൻ ഇപ്പോഴാ ഓർത്തത്, എനിക്ക് ഹൈക്കോടതിയിൽ ഒരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ട്. ഞാൻ ഒരു ദിവസം വന്ന് വിശദമായിട്ട് അവരെ പരിചയപ്പെട്ടോളാം. വരട്ടെ അമ്മേ. മോന്റെ പേര് പറഞ്ഞില്ല. അദ്ദേഹമാണ് വക്കീൽ വാസുദേവ്. ഞാൻ ലംബോദരൻ. പറഞ്ഞേ. അമ്മ എന്തിനാ അയാൾക്ക് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത്? അതിനെന്താടി? അയാളുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഒരു കള്ളനാന്ന്? ആരാണ് എന്താണെന്ന് മനസ്സിലാക്കാതെ മുദ്രപത്രത്തിൽ അമ്മ എന്തിനാ ഒപ്പിട്ട് കൊടുത്ത്? നീ കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ആണുങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് അയാൾ ഒരു നല്ല മനുഷ്യനാണെന്ന്. നീ പോടി. നല്ല മനുഷ്യൻ. വൈകിട്ട് കാണാം. ശരി. ശ്രീദേവി, പേര് ഞാൻ മനസ്സിലാക്കി. ഞാൻ വാസുദേവ്. ലോ കോളേജിൽ പഠിക്കുന്ന ഞാൻ എങ്ങനെ വിമൻസ് കോളേജിന്റെ തൂണിന്റെ മറവിലെത്തി എന്നാവും ശ്രീദേവി ചിന്തിക്കുന്നത് അല്ലേ? കണ്ണും മൂക്കുമില്ലാത്ത പ്രണയമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. പിന്നെ ഈ കോളേജിൽ ധാരാളം ദേവിമാരുണ്ടെങ്കിലും എനിക്കിഷ്ടം ശ്രീദേവിയാണ്.
ഒതുക്കം, അടക്കം, അച്ചടക്കം എല്ലാമുള്ള കുട്ടി. ബസ് സ്റ്റാൻഡിൽ, യുവജനോത്സവത്തിൽ, പബ്ലിക് ലൈബ്രറിയിൽ തുടങ്ങിയ എല്ലാ സ്ഥലത്തും ഞാൻ ശ്രീദേവിയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇനിയും എല്ലാം തുറന്നു പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. എല്ലാം പറയാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ ഇല്ല. അതുകൊണ്ട് എല്ലാം ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് വാങ്ങൂ പ്ലീസ്. ഇതിന്റെ മറുപടിക്ക് വേണ്ടി നാളെ ഇതേ സമയത്ത് ഇവിടെ ഏതെങ്കിലും ഒരു തൂണിന്റെ മറവിൽ ഞാനുണ്ടാവും. പിന്നെ ഒരു കാര്യം, എന്റെ കൂട്ടുകാർ പറയുന്നു എന്റെ അതേ കണ്ണുകളാണ് ശ്രീദേവിക്കുമുള്ളതെന്ന്. അവരിൽ ചിലർ പറയുന്നു എന്റെ അത്ര സൗന്ദര്യം ശ്രീദേവിക്കുണ്ടെന്ന്, ചിലർ പറയുന്നു അത്ര സൗന്ദര്യം ഇല്ലെന്ന്. ഞാൻ ഇവ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. വരട്ടെ. നിൽക്ക്. അന്ന് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ കടലാസ് തുണ്ടുകൾക്ക് പകരം ഇന്ന് ഞാൻ നോട്ടുകെട്ടുകൾ വലിച്ചെറിയും. അതും അവളുടെ അച്ഛൻ കാറപകടത്തിൽ മരിച്ചതിന്റെ നഷ്ടപരിഹാര തുകയായി. മധുരമായ ഒരു പ്രതികാരത്തിനുള്ള അവസരമാണിത്. അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയാണിത്. ലംബോദര, എന്ത് സംഭവിച്ചാലും കറണ്ട് തങ്കപ്പനെ ഇടിച്ചു കൊന്ന കോണ്ടസക്കാർ നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. യെസ് സർ. സർ, എന്താ? സാറിന്റെ അമ്മ എപ്പോഴാ മരിച്ചത്? ഓ, അതാണോ? എന്റെ അമ്മ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിച്ചിരിപ്പുണ്ട്, ഒറ്റപ്പാലത്ത് എന്റെ ചേച്ചിയോടൊപ്പം. ലംബോദര, ഓ, ആൺമക്കളില്ലാത്ത ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി സ്നേഹത്തോടെ ഒരു ചെറുപ്പക്കാരൻ അമ്മേ എന്ന് വിളിച്ചാൽ അവർ വീണിരിക്കും. അങ്ങനെ വീഴാത്ത ഒരു സ്ത്രീയും ഇതുവരെ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ആ, ഈ ബിസിനസിന് വേണ്ട അത്യാവശ്യം സൈക്കോളജി ഒക്കെ എനിക്കറിയാം. അതെ, വാചം ഓടിച്ചോണ്ട് നിൽക്കാതെ താൻ ആ ടൗൺ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലോട്ട് ചെല്ല്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു കേസ് പോലും താൻ കാൻവാസ് ചെയ്തിട്ടില്ല. അല്ല, ചെല്ല്. ശരി സർ. 4 തവണ ഞാൻ ഓഫീസിലേക്ക് വിളിച്ചു, വക്കീല് തിരിച്ചു വിളിച്ചില്ല. എന്താ കാര്യം? അത് അല്പ തിരക്കുണ്ടായിരുന്നു. അല്ല, 2 കേസ് വിധിയായത് ഞാൻ അറിഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായി. 2ഉം ഞാൻ ഇടപെട്ട് രക്ഷപ്പെടുത്തിയ കേസ്. കിണറ്റിൽ ചാടി കാലൊടിഞ്ഞവനെ കാറിടിച്ചതാക്കി. ആ കാർ ഏർപ്പാട് ചെയ്തതും ക്രിമിനൽ കേസാവാതെ FIR എഴുതിയതും ആരാ? ഞാൻ. 2 കേസും വിധിയായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഇൻഷുറൻസ് കമ്പനിന്ന് ചെക്ക് കിട്ടണ്ടേ? അവിടെ സമരമാണ്, പത്രത്തിൽ വായിച്ചില്ലേ? ഇന്നലെ ആ സമരം പിൻവലിച്ചത്. ഒരാഴ്ചക്കകം ചെക്ക് കിട്ടും. കിട്ടിയാൽ ഉടൻ ബാക്കി കാര്യം ഞാൻ പറയണ്ടല്ലോ ജബ്ബാറെ. സ്റ്റേഷനിൽ വെച്ച് പേര് വിളിക്കാതെ കോൺസ്റ്റബിൾസ് കേട്ടാൽ എന്റെ വീട്ടിൽ പോവും. ജബ്ബാറിന് ഇപ്പൊ എന്താ വേണ്ടേ? ജബ്ബാറിനെ ഞാൻ ജബ്ബാർ സാറേ എന്ന് വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ ജബ്ബാറിന്. വക്കീലെന്ന് പണ്ടാരം വേണമെങ്കിലും വിളിക്ക്. നമ്മുടെ പ്രശ്നം ഒരു കോൺഗ്രസ്സുകാരാണല്ലോ, അല്ലേ? അതെ, എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കണം. അതിനുള്ള ട്രെയിനിങ് ഒന്നും എനിക്കില്ല. നമുക്ക് നമ്മളെ പഴയ കളി കളിച്ചാൽ പോരെ വക്കീലെ. ഏതെങ്കിലും ഒരു കോൺഗ്രസ് ഒപ്പിക്കണം. അവിടെയല്ലേ കുഴപ്പം. കണ്ട ആപ്പ ഉപ്പയ്ക്കൊന്നും കോൺഗ്രസ് ഇല്ല. ഉള്ളവരാരും നമ്മുടെ ഈ തിരിമറിക്ക് കൂട്ടു നിൽക്കുകയുമില്ല. അപ്പൊ പിന്നെന്ത് ചെയ്യും? ഇടിച്ച ഒറിജിനൽ കോൺഗ്രസ് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അതിപ്പോ എവിടെ പോയി അന്വേഷിക്കാനാ? അതൊന്നും എനിക്ക് അറിയണ്ട. 5 ലക്ഷത്തിന്റെ ക്ലെയിമാ. 5 ലക്ഷം? അതെ സർ, ഈ പ്രദേശത്ത് കോൺഗ്രസ്സാക്കാറുള്ളവരുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. 2 ദിവസത്തിനകം റിപ്പോർട്ട് എനിക്ക് കിട്ടണം. അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. യു ക്യാൻ ഗോ. എങ്ങനെയുണ്ട്? സമ്മതിച്ചിരിക്കുന്നു. അതാണ് ജാക്കി ചാൻ അബ്ദുൽ ജബ്ബാർ. കഷ്ടം. എന്തോ ഇഷ്ടമായെന്ന്. മുടി സൂക്ഷിക്കണമെന്ന് പറഞ്ഞ പെണ്ണ് കേക്കില്ല, മുഴുവൻ ചെമ്പിച്ചു. ചെമ്പിക്കുന്ന അമ്മ ഇപ്പൊ ഫാഷൻ. ഓ, അവിടെ ഫാഷൻ കുറച്ച് കഴിയുമ്പോ കഷണ്ടിയാവും. പെണ്ണുങ്ങൾക്ക് കഷണ്ടി വരുമോ? പിന്നെ നിന്റെ അമ്മയ്ക്ക് വരും. ഓടുന്നു. മോളെ, നീ ഒന്ന് കൂട്ടിക്കേ. ഈ കണക്കച്ചത്ര കൂട്ടിന് ശരിയാകുന്നില്ല. നാളെ പറ്റുകാരെ ഇന്ന് കാശ് വാങ്ങിക്കാനുള്ളതാ. അവിടെ വെച്ചോളൂ. ആ, അയ്യന്റെ അമ്മേ, നടുവിറക്കാൻ വയ്യ. നിങ്ങൾ എവിടെ പോവും? അവിടെ ഇല്ലേ? എന്തായി കേറിയ ഒരു കാര്യം പറയട്ടെ. പാത്രോ? മരണത്തിന് പോയതും വന്നതും ഒക്കെ ഇരിക്കട്ടെ. ഇനി പെങ്ങളോ യാത്ര അടുപ്പൊന്നും വേണ്ട. അതെന്താ? അങ്ങനെ സഹായിക്കാൻ ഇവിടെ ഒന്നുമില്ല. അത് തന്നെ. നമുക്കൊരെണ്ണം ഉള്ളതിനെ കെട്ടിച്ചയക്കുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. കല്യാണത്തിന് ഇപ്പൊ എന്താ ചെലവ്? ഞാൻ അത്രയും കടന്ന് ചിന്തിച്ചില്ല. എന്നാലും ജാനു, ഭവാനിക്കൊരു പ്രയാസം വരുമ്പോ നമ്മളല്ലാതെ വേറെ ആരാ അവളെ സഹായിക്കാനുള്ളത്? നമ്മുടെ സഹായം ഒന്നും ഇനി അമ്മായിക്ക് വേണ്ടി വരില്ല. അതെന്താ മോളെ? അമ്മായിയുടെ കേസിന്റെ വക്കാലത്ത് നമ്മുടെ വക്കീൽ സാറാ ഏറ്റെടുത്തിരിക്കുന്നത്. ഭവാനിക്ക് എന്ത് കേസ്? അമ്മാവൻ കാർ ഇടിച്ച് മരിച്ചുകൊണ്ട് ആ. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടും. 5 ലക്ഷത്തിനാ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോ 5 ലക്ഷം കിട്ടുമോ മോളെ? കിട്ടുവച്ചാ അവരുടെ ഒരു ഭാഗ്യവേ. അമ്മാവനെ ഇടിച്ച കാറ് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് വക്കീൽ സാറ്. അത് ഉടനെ കിട്ടും. പിന്നെ കഷ്ടിച്ച് 2 മാസം മതി പണം കയ്യിൽ കിട്ടാൻ. കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളുമായി ഞാൻ നാളെ നാത്തൂന് ചെന്നൊന്ന് കണ്ടാലോ? നിങ്ങളും കൂടി വരണം. അതേ കിടക്കണ്. ഇനി കുറച്ച് അടുത്ത് പെരുമാറുന്നോണ്ട് എന്താ കുഴപ്പം? ഒന്നും ഒരിക്കലും നിങ്ങളുടെ പെങ്ങളല്ലേ? അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ? പെഞ്ഞള്
അവസരവാദി പൊടി അവിടെ ശവം. ഈ വേഷത്തിൽ ചെന്നാൽ അളിയനെ എന്റെ പെങ്ങൾ തിരിച്ചറിയില്ല. നീ പോടാ അവിടുന്ന്. അവൾ എന്റെ എത്ര വേഷങ്ങൾ കണ്ടിരിക്കുന്നു. കേട്ട വിഷ്ണു, ഇവന്റെ പെങ്ങളാണെങ്കിൽ അവളൊരു സാധുവാ. അതുകൊണ്ടാണല്ലോ അളിയനെ അവര് സഹിക്കുന്നത് അല്ലേ? വിഷ്ണു വന്ന ദിവസം തന്നെ ഞാൻ പോണമെന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ തമ്മിലൊന്ന് പരിചയിക്കോട്ടെ എന്ന് കരുതി. അളിയൻ ധൈര്യമായിട്ട് പൊക്കോ. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അളിയനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ നോക്കിക്കോളാം അല്ലേ? കൂടിപ്പോയ 2 ആഴ്ച. എന്തിന് 2 ആഴ്ചയാക്കണം? 2 കൊല്ലം ആയിക്കോട്ടെ. ആവശ്യമുള്ളപ്പോ ഞാൻ അളിയനെ അവിടെ ഒന്ന് വിളിച്ചോളാം. അതുവരെ ഏറിയ കാണരുത് അല്ലേ വിഷ്ണു? 2 കൊല്ലോ? മത്തായി ചേട്ടൻ സാവധാനത്തിൽ വന്നാ മതി. ഇനി സംസാരിച്ചെന്ന ബസ് കയറ്റും. ഞാൻ ഇറങ്ങട്ടെ. നില്ലേ, ഞാൻ കാറിൽ ബസ്സിലും ഡ്രോപ്പ് ചെയ്യാം. കാർ വേണ്ട. കാർ 4 ടയറും പഞ്ചറായി വേണ്ട, കിടക്കാ. ഇവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു പോയിക്കോളാം. പൊക്കോ പൊക്കോ. അല്ല, നമ്മൾ കാറിൽ കാറ് എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. എന്നെ വെള്ളം കുടിപ്പിച്ച് ഇറങ്ങുമല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ കാർ പുറത്തിറക്കരുതെന്ന്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ആണെന്നോയി. പിന്നെ ആ തങ്കപ്പന്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? എല്ലാം അന്വേഷിച്ചു. നമുക്ക് ഇപ്പൊ തന്നെ പോവാം. വല്ലതും കഴിച്ചേച്ചു പോവാം. അതൊന്നൊരു കുഴപ്പമില്ലെന്ന് ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോഴേ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭവാനി കടയിലോട്ട് വന്നാൽ മതി. ശ്രീദേവിക്കും ജയശ്രീക്കും ഒക്കെ വരാം. മാമന്റെ കടയല്ലേ. അപ്പൊ ഞാൻ പോട്ടെ. നമസ്കാരം. 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 ആരാണാവോ? ഞാൻ വിഷ്ണു. ഞാൻ തോമസ് കുട്ടി. മംഗലശ്ശേരിയിലെ സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണ് ഞാൻ. അയ്യോ, സുഭദ്ര കുഞ്ഞമ്മയുടെ മകനാണോ? ആ, അയ്യോ, ഇത് ആദ്യം പറയണ്ടേ? കേറി വാ. ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. എടി, ആ കസരയും കൊണ്ട് അപ്പങ്ങളെ ആ കസരയില്ല. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. 18 വർഷം മുമ്പ് സുഭദ്ര കുഞ്ഞമ്മയുടെ കയ്യെ തൂങ്ങി ദാ ഇത്രയുള്ളൊരു കുട്ടി. ഞാനും കണ്ടിട്ടുണ്ട്. അന്ന് അമേരിക്കയിൽ പോയ ശേഷം പിന്നെ സുഭദ്ര കുഞ്ഞമ്മ നാട്ടിൽ വന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതറിയാം. വന്നാലും പുറത്തിറങ്ങില്ലല്ലോ. വീട് നോക്കുന്ന മത്തായി പറയും. മത്തായി ചേട്ടൻ അളിയനാ താമസം കൂട്ടി. അളിയനിപ്പോ നാട്ടില. ഇപ്പൊ വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ. അപ്പൊ വേലക്കാരനല്ലേ? അല്ല അല്ല, തങ്കപ്പച്ചേട്ടൻ മരിച്ച ദിവസം ഞാനും വിഷ്ണു കൂടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊരു ഫ്രണ്ടിനെ കാണാൻ പോയിരിക്കുന്നു. അടുത്ത ദിവസം തിരിച്ചു വന്നപ്പോഴാ വിവരം അറിഞ്ഞത്. അന്ന് മുതൽ ഇവിടം വരെ ഒന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാ സാധിച്ചത്. മരിച്ചത് എന്റെ അളിയനാ. ഇവളുടെ ഭർത്താവ്, ഇവളുടെ മക്കളായത്. ഇത് ജയശ്രീ, അത് മൂത്തവള് ശ്രീദേവി. പഠിക്കുകയാണോ? ശ്രീദേവിക്ക് ഡിഗ്രി ഉണ്ട്. ജയശ്രീ 10ാം ക്ലാസ്സിൽ തോറ്റു. എന്നാ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോത്ത എന്താ? ഇപ്പൊ അതൊരു ഫാഷൻ. മാത്രമല്ല, പെൺകുട്ടികളെ കല്യാണം കഴിയുന്നത് വരെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നത് നല്ലതാ. ഇലക്ട്രോണിക് യുഗത്തിന്റെ ഡിഗ്രി ഉള്ളതല്ലേ, ഒരു ജോലിക്ക് ശ്രമിച്ചൂടെ? അച്ഛൻ സർവീസിലിരുന്ന് മരിച്ചതുകൊണ്ട് എനിക്ക് ജോലി കിട്ടും. ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ അയച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. മന്ത്രിതലത്തിൽ ഒന്ന് പുഷ് ചെയ്താലേ കാര്യം നടക്കൂ. ഓ, ഞങ്ങൾക്ക് ആരിയിരിക്കുന്നു മന്ത്രിയെ കാണാനും ശുപാർശ ചെയ്യാനും ഒക്കെ. ദാ ഇരിക്കുന്നു വിഷ്ണു. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിക്ക് ജോലി ഇവിടെ കൊണ്ടുതരും. തോമസ് കുട്ടി, നീ എന്തായി പറയുന്നു? ഇവരറിഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല. ദേ, ആരോടും പറയരുത്. മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് ചെന്നപ്പോ ആശുപത്രിയിൽ കംപ്ലീറ്റ് സഹായവും ചെയ്തു കൊടുത്ത ആരാ? അമേരിക്കൻ പ്രസിഡന്റ്. ഈ ഇരിക്കുന്ന വിഷ്ണു. വേണ്ട വേണ്ട, എനിക്കറിയാം. വലിയ വലിയ ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നത് വിഷ്ണുവിന് ഇഷ്ടമല്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരന്. വിഷ്ണു വിചാരിച്ചാൽ ശ്രീദേവിയുടെ ജോലിക്കാരും ഈസി ആയിട്ട് നടക്കും. ഈ കുടുംബത്തോട് ചെയ്യുന്ന വലിയൊരു സഹായമായിരിക്കും. അതിനുള്ള ബാധ്യത വിഷ്ണുവിനുണ്ടല്ലോ. ബാധ്യതയോ? സാധ്യത. വിഷ്ണു എന്താ ഒന്നും മിണ്ടാത്തെ? അല്ല, മോന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അത് പിന്നെ ഞാൻ ശ്രമിക്കാം. അമ്മേ, അന്ന് വിട്ടുപോയ ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പിന്നെ ശ്രീദേവി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, തങ്കപ്പൻ ചേട്ടനെ ഇടിച്ചു കൊന്നത് ഒരു കോൺഗ്രസ്സുകാരാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആ കാറ് കണ്ടുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തില SI അബ്ദുൾ ജബ്ബാർ. ആ കാറ് കണ്ടുപിടിച്ചിട്ട് വേണം എനിക്ക് മറ്റു ചില പേപ്പേഴ്സ് തയ്യാറാക്കി അയക്കാൻ. അല്ല, ഞാൻ അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഏറിയാൽ 3-4 ദിവസം. അല്ല വക്കീലേ. വെൽക്കം. താങ്ക് യു. വിഷ്ണുവിന്റെ അച്ഛനും അമ്മയ്ക്ക് അമേരിക്കയിലാ. വല്ലപ്പോഴൊക്കെ വരുള്ളൂ. ഞങ്ങള് നേരത്തെ പരിചയക്കാരാ. വിഷ്ണു മരണം അന്വേഷിച്ച് വന്നായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അമേരിക്കയിൽ കഴിയുന്നവർക്കൊക്കെ ഇത്തരം സെന്റിമെന്റ്സിൽ വിശ്വാസം ഉണ്ടോ? എല്ലാം വെറും ഒരു ഷോ അല്ലേ? എന്നാ ഞാൻ ഇറങ്ങട്ടെ. കാണണം. ഒന്നും ഈ വീട് കണ്ടിട്ടുള്ളതല്ലാതെ ഇതിനകത്ത് കയറുന്ന നടാടയാ. വീടായാ ഇങ്ങനെ ഇരിക്കണം. ആഹാ, മനോഹരമായിരിക്കുന്നു.
അതിരിക്കട്ടെ, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എന്താ? ആ വക്കീൽ എന്ത് വക്കീലാ? ആര്? ഇപ്പൊ തങ്കപ്പച്ചേട്ടന്റെ വീട്ടിൽ വെച്ച് കണ്ട വക്കീൽ വാസുദേവ്. ഓ, നമ്മളെ വക്കീല്. മിടുക്കൻ, മിടുമിടുക്കൻ. ആ വീട് കോടതിയാണോ? കോടതിയോ? മനസ്സിലായില്ലല്ലോ. പിന്നെ വക്കീലിനാ വീട്ടിലെന്ത് കാര്യം? അളിയൻ കാറടിച്ച് മരിച്ചതിന്റെ നഷ്ടപരിഹാരത്തിനുള്ള കേസ് വക്കീലാ നടത്തുന്നത്. ആ കാറ് കിട്ടണം, എന്നാലേ ഇൻഷുറൻസിന്റെ കാശ് കിട്ടൂ. കാറ് കിട്ടുവോ? കിട്ടുമെന്നോ? അവനെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ശരി, വക്കീല് പോയി കൊത്തി എടുത്തോണ്ട് വരും. ആ പോരെങ്കിൽ സഹായത്തിന് SI ജബാറും കൂടിയുണ്ട്. എന്റെ മോള് പറയുന്നത് കേൾക്കണം, വക്കീലിന്റെ ഓരോ വീരസാഹസങ്ങള്. അതൊക്കെ മോക്ക് എങ്ങനെ അറിയാം? അവള് വക്കീലിന്റെ ഓഫീസിലെ ടൈപ്പിസ്റ്റാ. അതുപോട്ടെ, വിഷ്ണു എത്രയും വേഗം മുഖ്യമന്ത്രി ഒന്ന് കാണണം. ഏത് മുഖ്യമന്ത്രി? അങ്കിൾ, നാരായണ ചേട്ടാ, മുഖ്യമന്ത്രിയെ വിഷ്ണു അങ്കിൾ എന്നാണ് വിളിക്കുന്നത്. അങ്കിളായല്ലേ? അങ്കിൾ അങ്കിൾ. എങ്കിൽ വിഷ്ണു അങ്കിളിനെ എത്രയും വേഗം ഒന്ന് കാണണം. ശ്രീദേവിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി കൊടുക്കണം. അത് വിഷ്ണു ഏറ്റു. എല്ലാ കാര്യങ്ങളും വിഷ്ണു ഏറ്റു. എന്തായിട്ടെന്നാ പറഞ്ഞത്? എനിക്കൊരു മന്ത്രിയെ പോട്ട് MLA പോലും പരിചയമില്ല, പിന്നല്ലേ മുഖ്യമന്ത്രി. അങ്കിള് ഒറ്റ തൊഴി വെച്ചോന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി അമേരിക്കക്ക് ചികിത്സയ്ക്ക് പോയപ്പോഴല്ലേ ഞാൻ ഇങ്ങോട്ട് വന്ന്. പിന്നെ എങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നു? ഇതൊന്നും അവർക്കറിയില്ല. പറഞ്ഞു കുളമാക്കാതിരുന്നാ മതി. വിഷ്ണുവിന് ആ കുട്ടിയുടെ കുടുംബത്തിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇതാണ് പറ്റിയ അവസരം. അച്ഛൻ സർവീസിൽ നിന്ന് കാഞ്ഞു പോയതുകൊണ്ട് കുട്ടിക്ക് ജോലിക്ക് അർഹതയുണ്ട്. വിഷ്ണു തിരുവനന്തപുരത്ത് പോയി ചെറുതായിട്ട് ശ്രമിച്ചാൽ മതി, കാര്യം സാധിക്കും. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഒരു കള്ളം പറയാം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ആളാണ് തട്ടിവിട്ടത്. ജോലിയുടെ കാര്യമൊക്കെ എങ്ങനെയെങ്കിലും ശരിയാക്കാം, പക്ഷെ ആ സമയത്താണ് നമ്മുടെ കാറ് കസ്റ്റഡിയിൽ എടുക്കുന്നെങ്കിലോ? വക്കീലിന്റെ മുത്തപ്പം വിചാരിച്ച ഈ കാറ് കണ്ടുപിടിക്കല. കാരണം എന്താ? ആ രാത്രി നടന്ന സംഭവത്തിന് ദൃക്സാക്ഷികളില്ല. പിന്നെ കവടി നിരത്തി കാറ് കണ്ടുപിടിച്ച ചരിത്രവും ഇല്ല. അതുകൊണ്ട് ആ പേടി വേണ്ട. എന്നാ പിന്നെ എന്നാ തിരുവനന്തപുരത്ത് പോകണ്ടെന്നുള്ള കാര്യം തീരുമാനിക്കേ. അവിടെ അതിരിക്കട്ടെ, ശ്രീദേവിയുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? ആര്? ഞാനോ? എന്നോട് വേണോ വിഷ്ണു? ഒരു കാര്യം ഞാൻ പറയാം. മദാമുമാര് വളയുന്ന പോലെ നമ്മുടെ പെൺപിള്ളേര് വളയത്തില്ല. സൂക്ഷിക്കണം, ഇമേജ് കളയരുത്. നീ എന്താ തോമസ് കുട്ടി പറയുന്നത്? അതൊരു പാവം പെൺകുട്ടി, കാണാനൊക്കെ ഒരു ഇത്തിരി രസമുണ്ട്. അത് ഞാൻ സംഭവിച്ചു. അത്രയ്ക്ക് നല്ല രസമുണ്ട്. ഉണ്ടോ? എന്താ തോമസ് കുട്ടി? എനിക്ക് ജോലി ഉണ്ടാക്കരുത്.